കണ്ണൂരിൽ പോറ്റിയെ കയറ്റിയ ഗാനം വെച്ചത് ചോദ്യം ചെയ്ത CPM ലോക്കൽ സെക്രട്ടറിക്ക് മർദ്ദനം. മുല്ലക്കൊടി സ്വദേശി മനോഹരനാണ് മർദ്ദനമേറ്റത്. മയ്യിൽ അരിമ്പറ പ്രദേശത്തെ ഒരു റേഷൻ കടയിൽ വെച്ച ഭാസ്കരൻ എന്നയാൾ പോറ്റിയെ കയറ്റിയ എന്ന പാരഡി ഗാനം വെച്ചു. ഇത് കേട്ട മനോഹരൻ പൊതു ഇടത്ത് രാഷ്ട്രീയ ഗാനങ്ങൾ പാടില്ലെന്ന് പറഞ്ഞ ഭാസ്കരനെ ചോദ്യം ചെയ്തു. എന്നാൽ പാട്ട് നിർത്താൻ തയ്യാറാകാത്ത ഭാസ്കരൻ കുറച്ചുകൂടി ഒച്ചത്തിൽ പാട്ട് വെച്ചു. ഇതിനെയും മനോഹരൻ ചോദ്യം ചെയ്തതോടെ പ്രകോപിതനായ ഭാസ്കരൻ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടാവുകയും ഭാസ്കരൻ മനോഹരന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. സംഭവത്തിൽ ഭാസ്കരനെതിരെ മയ്യിൽ പോലീസ് കേസെടുത്തു. ലോഡ്ജിൽ യുവാവും യുവതിയും ജീവനൊടുക്കിയ നിലയിൽ. വിതുരയിലാണ് സംഭവം. മാരായമുട്ടം സ്വദേശി സുബിൻ, ആര്യൻകോട് സ്വദേശിനി മഞ്ജു എന്നിവരാണ് മരിച്ചത്. വിവാഹിതരായ ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ബന്ധം ഇരുവരുടെയും വീട്ടിലറിഞ്ഞതിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. താമരശ്ശേരിയിലെ യുവതിയുടെ മരണത്തിൽ ദുരൂഹത വർദ്ധിപ്പിച്ച 2 ആത്മഹത്യാക്കുറിപ്പുകൾ. കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ ഹസ്നയുടെ മരണസ്ഥലത്തു നിന്നും 2 ആത്മഹത്യാക്കുറിപ്പുകൾ കണ്ടെത്തി. ഒരു കുറിപ്പ് ഹസ്നയുടെ പങ്കാളി ആദിലിന്റേതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആദിലിനെ അന്വേഷണ സംഘം 2 തവണ ചോദ്യം ചെയ്തു. ഹസ്നയുടെ ശബ്ദ സന്ദേശത്തിലെ കൊടിസുനി പരാമർശത്തിലും പോലീസ് അന്വേഷണം നടത്തും. കൊടിസുനിയും ആദിലും തമ്മിലുള്ള ബന്ധവും പോലീസ് അന്വേഷിക്കും. ഹസ്നയുടെ ശബ്ദ സന്ദേശത്തിലുണ്ടായിരുന്ന ഷിബു പ്രദേശവാസിയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. താമരശ്ശേരി കൈതാപ്പോയിലുള്ള ഹൈസൺ അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു 34-കാരി ഹസ്നയെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പതിവായി മുറി തുറക്കുന്ന സമയം കഴിഞ്ഞിട്ടും ഹസ്നയെ പുറത്തേക്ക് കാണാതായതോടെ വാതിൽ ചവിട്ടിപ്പൊളിക്കുകയായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ഹസ്ന പങ്കാളിയായ ആദിലിനയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. തന്നോട് സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്ന് യുവതി പറയുന്നത് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനി മുതൽ ഷിബു വരെ കുടുങ്ങുമെന്നും യുവതി സന്ദേശത്തിൽ പറയുന്നുണ്ട്. യുവതിയുടെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ശബ്ദ സന്ദേശം പുറത്തു വന്നത്. കഴിഞ്ഞ 8 മാസങ്ങളായി ആദിലും ഹസ്നയും ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ഹസ്നയും ആദിലും വിവാഹമോചിതരാണ്. ഹസ്നയുടെ 3 മക്കളിൽ 13 വയസ്സുള്ള മൂത്തമോൻ മാത്രമാണ് ഇപ്പോൾ കൂടെ താമസിക്കുന്നത്. മറ്റ് 2 മക്കൾ മുൻ ഭർത്താവിനൊപ്പമാണ് താമസം. ബാങ്ക് കവർച്ച ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതി 24 വർഷത്തിന് ശേഷം പിടിയിൽ. 24 വർഷമായി ഒളിവിൽ കഴിഞ്ഞ വയനാട് സ്വദേശി സൈനുദ്ദീനാണ് കൽപ്പറ്റയിൽ വെച്ച തലശ്ശേരി പോലീസിന്റെ പിടിയിലായത്. കുപ്രസിദ്ധമായ ചേലാമ്പ്ര ബാങ്ക് കവർച്ചാ കേസ് ഉൾപ്പെടെ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. തലശ്ശേരിയിൽ 24 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹന മോഷണ കേസിലാണ് ഇയാളെ പിടികൂടിയത്. പിന്നീട് ഒളിവിൽ പോയ സൈനുദ്ദീൻ കൽപ്പറ്റയിൽ ജോലി ചെയ്യുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ നിരീക്ഷണത്തിന് ശേഷമാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പാസ്പോർട്ട് വെരിഫിക്കേഷൻ എത്തിയപ്പോൾ യുവതിയെ കടന്നുപിടിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. പള്ളുരുത്തി സ്റ്റേഷനിലെ CPO വിജേഷിനെതിരെയാണ് നടപടി. പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടിയാണ് യുവതിയെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ വാക്വേയിലേക്ക് വിളിച്ചു വരുത്തിയത്. അവിടെ വെച്ച് യുവതിയെ കാറിൽ പിടിച്ചു കയറ്റാൻ CPO വിജേഷ് ശ്രമിച്ചു. യുവതി എതിർത്തിട്ടും കാറിലേക്ക് പിടിച്ചു കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അപമര്യാദയായി പെരുമാറിയെന്ന പരാതി ഇന്നലെയാണ് പോലീസിന് ലഭിക്കുന്നത്. ഇതോടെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിജേഷിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. DCPയുടെ വകുപ്പ് തല നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിജേഷിനെതിരെ ഇതിനു മുമ്പ് പരാതികൾ ഉണ്ടായിട്ടുണ്ട്. വിജേഷിനെതിരെ കൊച്ചി ഹാർബർ പോലീസ് കേസെടുത്തിരുന്നു. പ്രായപൂർത്തിയാവാത്ത കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം. മദ്രസ അധ്യാപകന് തടവും പിഴയും. മാനന്തവാടി കമ്മം പള്ളിക്കൽ കടവത്ത് ചെറിയ വീട്ടിൽ 34-കാരൻ KC മൊയ്തുവിനെയാണ് സുൽത്താൻ ബത്തേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി K കൃഷ്ണകുമാർ 10 വർഷം തടവിനും 60,000 രൂപ പിഴയടയ്ക്കുന്നതിന് ശിക്ഷിച്ചത്. 2024 ഫെബ്രുവരിയിലാണ് പ്രതി പ്രായപൂർത്തിയാവാത്ത കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയത്.